നമസ്കാരം. മനുഷ്യകുലത്തോളം തന്നെ പഴക്കമുള്ളതാണ് കുടിയേറ്റം. ഉപജീവനത്തിനായി, അതിജീവനത്തിനായി, വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും പരകോടിയിൽ ജനിച്ച മണ്ണിൽ നിന്നും കയ്യിൽ കിട്ടിയതും കൊണ്ട് പലായനം ചെയ്ത് പുതിയ മണ്ണിൽ വേരുറപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ് കുടിയേറ്റക്കാർ. പറിച്ചു നടുന്ന പുതിയ ചെടിയുടെ വാട്ടം ചിലർക്കുണ്ടാകും. അവരിൽ ചിലർ പുതിയ മണ്ണിൽ വേരുകളാഴ്ത്തി വൻ വൃക്ഷമായി മാറും. മറ്റു ചിലരാകട്ടെ പറിച്ചു നടലിന്റെ ആഘാതത്തിൽ താഴ്വേര് പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ എവിടെയും നിലയുറപ്പിക്കാനാകാതെ കരിഞ്ഞുണങ്ങും. കുടിയേറ്റം നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം ഹിന്ദു രാഷ്ട്രം മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നതാണ്. പിന്നീട് തീവ്രവാദത്തിന്റെ കൊടിയ വിഷമാകും നമ്മുടെ മണ്ണിലും മനുഷ്യ മനസ്സിലും പടരുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി ഒഴിപ്പിക്കാനും രാജ്യത്തേക്കുള്ള അവരുടെ കടന്നുകയറ്റത്തിന് മതിൽ കെട്ടാനും കഴിഞ്ഞത്. കേരളത്തിൽ നിലനിൽക്കുന്ന മതപരവും രാഷ്ട്രീയപരവുമായ സവിശേഷ സാഹചര്യമാണ് ബംഗ്ലാദേശികളെ അനധികൃതമായി തങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. കേരളത്തിൽ തങ്ങുന്ന 30-ലേറെ ബംഗ്ലാദേശികളെ എറണാകുളം ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്ന് പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടുകയുണ്ടായി. മുനമ്പത്തുള്ള ഒരു ലേബർ ക്യാമ്പിലെ 1 വർഷത്തിലേറെയായി കഴിയുന്ന 50 പേരെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ 27 പേര് ബംഗ്ലാദേശികളാണെന്ന് കണ്ടെത്തി. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായാണ് തിരച്ചിൽ നടത്തിയത്. പിടികൂടിയവരിൽ ദമ്പതിമാരുമുണ്ട്. കേരളത്തിലെ ഏജന്റുമാർ വഴി ബംഗ്ലാദേശിന്റെ അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിൽ എത്തുന്ന ഇവർ അവിടെ നിന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡും വ്യാജ ആധാർ കാർഡും ജനന സർട്ടിഫിക്കറ്റും ഒക്കെ സംഘടിപ്പിച്ച് കേരളത്തിലേക്ക് വരികയാണ്. പശ്ചിമ ബംഗാൾ, ഒഡീഷ, അസം മുതലായ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇവരെ ഭായിമാര് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കെട്ടിട നിർമ്മാണ രംഗത്തും കടകളിലും ഹോട്ടലുകളിലും വഴിയോര കച്ചവടങ്ങളിലുമൊക്കെ ഇവർ നിറഞ്ഞിരിക്കുകയാണ്. അതിഥി തൊഴിലാളികൾ എന്ന നിലയ്ക്ക് ഇവർക്ക് ലഭിക്കുന്ന സ്വീകാര്യത മറയാക്കിയാണ് ബംഗ്ലാദേശികളിൽ നിന്നുള്ളവരും നിയമവിരുദ്ധമായി കേരളത്തിൽ തങ്ങുന്നത്. അസമിൽ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ പരിശോധന ശക്തമാക്കിയതിനെ തുടർന്ന് ഇക്കൂട്ടർ കേരളത്തിൽ എത്തുകയും ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നതായി പോലീസിന് വിവരമുണ്ട്. വിവിധ തൊഴിൽ മേഖലകളിൽ ഉയർന്ന കൂലി ഇവിടേക്കുള്ള ഒരു പ്രധാന ആകർഷണമാണ്. എന്നാൽ ഇതിനു വേണ്ടി എത്തുന്നവരുടെ പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ കാണിക്കുന്ന അനാസ്ഥ രജിസ്ട്രേഷൻ കൃത്യമല്ലാത്തതിനാൽ ആരെ വേണമെങ്കിലും കേരളത്തിൽ എത്തിക്കാമെന്ന സ്ഥിതിയിലാണ്. ഇങ്ങനെ വന്ന ചിലർ കേരളത്തിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത് സ്വന്തമായി വീട് നിർമ്മിച്ച് കഴിയുന്നവരുമുണ്ട്. കുടിയേറ്റ തൊഴിലാളികളെ വോട്ട് ബാങ്കാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾ ഗുണ്ടാപ്പണിക്കും ഇക്കൂട്ടരെ ഉപയോഗിക്കുന്നുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇസ്ലാമിക സംഘടനകൾ നടത്തിയ പ്രക്ഷോഭത്തിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂർ പോലെയുള്ള മേഖലകളിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം പെരുകുന്നതായി വളരെ മുമ്പ് തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. കുറ്റകൃത്യം ചെയ്ത ശേഷം നാടുവിടുന്ന ഇവരെ മതിയായ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തത് കൊണ്ട് പിന്നീട് കണ്ടെത്താനും കഴിയില്ല. സംസ്ഥാനത്ത് നിയമവിരുദ്ധമായി തങ്ങുന്ന ബംഗ്ലാദേശികളിൽ പിടിയിലായ വാർത്തകൾ വന്നിട്ടും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ വാർത്താ ചാനലുകളോ പത്രങ്ങളോ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. അസമിൽ നിയമവിരുദ്ധമായി തങ്ങുന്ന ബംഗ്ലാദേശികളെ പുറത്താക്കിയതിനെ അടുത്തിടെ വിമർശിച്ച സുപ്രീം കോടതി ഇവരെ പുറത്താക്കാൻ ശുഭമുഹൂർത്തം നോക്കുകയാണോ എന്നാണ് ചോദിച്ചത്. അമേരിക്കയിൽ അനധികൃതമായി തങ്ങുന്ന ഭാരതീയരെ പിന്തുണയ്ക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ വിവാദമാക്കിയവർ പോലും സ്വന്തം നാടിലെ കുടിയേറ്റത്തിന്റെ ഭീകരത അറിയുന്നു പോലുമില്ല.